അങ്ങനെ നമുക്ക് അകത്തോട്ട് കയറാനുള്ള ബോർഡിംഗ് പാസ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഈ ഒരു ഗേറ്റിൽ നമ്മൾ കാണിച്ചിട്ട് വേണം നമ്മൾ നേരെ അകത്തോട്ട് പോകാൻ. അപ്പൊ എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസ് ആൻഡ് മൺസൂണിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര കുറച്ച് സ്പെഷ്യൽ ആണ്. നമ്മൾ ഇന്നൊരു ക്രൂയിസില് കടലിലോട്ട് പോവുകയാണ്. വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് ഞാനിപ്പോ ഇതിൽ നിൽക്കുന്നത്. സാഗർ റാണി എന്ന് പറയുന്ന ഒരു ക്രൂയിസിന്റെ അകത്താണ് ഉള്ളത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ സ്വന്തം കൊച്ചി കായലില് നമ്മുടെ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള ബോട്ട് ജെട്ടിയില് നമ്മുടെ സ്വന്തം സാഗർ റാണി എന്ന് പറയുന്ന ക്രൂയിസിലാണ് ഉള്ളത്. ഇനി ഈ കൊച്ചിക്കായലിലെ ഓരോ കാഴ്ചകളും നമ്മൾ കാണും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ അറബിക്കടലിന്റെ അവിടെ വരെ പോകും. എന്നിട്ട് അറബിക്കടലിൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരും. ഇനി ഈ ഒരു മനോഹരമായിട്ടുള്ള ക്രൂയിസിലാണ് നമ്മുടെ യാത്ര. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കീഴിലാണ് ഈ ഒരു ക്രൂയിസ് വരുന്നത്. ഞാൻ നേരത്തെ ഇതിന്റെ പേര് പറഞ്ഞല്ലോ, സാഗർ റാണി എന്നാണ് പേര് വരുന്നത്. ഈ ഒരു വൈകുന്നേരം ഈ കൊച്ചിക്കായലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ എന്ത് രസമാണെന്നറിയോ. ഒരുപാട് ബോട്ടുകൾ, പ്രൈവറ്റ് ബോട്ടുകളും അല്ലാത്ത സ്പീഡ് ബോട്ടുകളും ഇഷ്ടംപോലെ ബോട്ടുകൾ ഇങ്ങനെ ഈ കൊച്ചിക്കായലിലൂടെ ഇങ്ങനെ നീങ്ങിപ്പോയി നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വാട്ടർ മെട്രോയുടെ ബോട്ടുകളുണ്ട്. പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ബോട്ടുകളുണ്ട്. പിന്നെ പ്രൈവറ്റ് ബോട്ടുകൾ, സ്പീഡ് ബോട്ടുകൾ, തോണികൾ, അങ്ങനെ എന്തൊക്കെയാണെന്നൊന്നും പറയണ്ട. ഇതിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് ആളുകൾ ഇപ്പം മെയിനായിട്ട് പോയിട്ട് ഇരിക്കുന്നത്. അവിടെയാണ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ പ്രോഗ്രാംസ് ഒക്കെ വരും. അപ്പോൾ നമുക്കതൊക്കെ കാണേണ്ടത് ഈ ഒരു മുകൾ ഭാഗത്ത് ഇരുന്നിട്ടാണ്. താഴെ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വിശദീകരിക്കും. അപ്പോൾ ഇവിടെയാണ് ഉള്ളത്. അങ്ങനത്തെ ആ ഒരു ചേട്ടൻ നമ്മളെല്ലാവരെയും ഈ ഒരു ക്രൂസിലോട്ട് സ്വാഗതം ചെയ്തു. അതിനുശേഷം നമ്മുടെ ക്രൂയിസ് ഇത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനിയപ്പം ആദ്യം കൊച്ചിക്കായലിലൂടെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണും. എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് നമ്മൾ കാഴ്ചകളൊക്കെ കാണും. നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമ്മളവിടെ അറബിക്കടൽ വരെ പോയിട്ടാണ് തിരിച്ചു വരിക. അപ്പം അത്രയും നേരം നമുക്കിതിൽ ഇരിക്കാനുണ്ട്. എന്തൊക്കെയാ കാര്യങ്ങളെന്നൊന്നും അറിയില്ല. ഞാൻ പെട്ടെന്നാണ് ഈ ഒരു തീരുമാനം എടുത്തത്, ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ പോവാമെന്ന്. അപ്പം പിന്നെ വിചാരിച്ചു എന്തായാലും ഞാനും ഇതുവരെ ക്രൂയിസ് ഒന്നും എടുത്തിട്ട് അങ്ങനെ ഇത്രയൊന്നും ദൂരം പോയിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് എന്തൊക്കെ കാഴ്ചകളാണ് കാണാനുള്ളത്, എന്തൊക്കെയാണ് അവിടെ പോയിട്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. അവിടെ കാണുന്നത് ബോൾഗാട്ടി പാലസ് ആണ്. നമ്മുടെ വലിയ നക്ഷത്രം, മൈ ബോസ് തുടങ്ങിയ ഒരുപാട് സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് ഗോശ്രീ പാലം. അതായത് എറണാകുളത്ത് നിന്ന് വൈപ്പിൻ, വല്ലാർപാടം, നമ്മളിപ്പോൾ കണ്ട ബോൾഗാട്ടി, അങ്ങോട്ടൊക്കെ അതൊക്കെ ദ്വീപുകളാണ്. ആ ദ്വീപുകളിലേക്കൊക്കെയുള്ള യാത്രാമാർഗത്തിന് ആളുകൾ ഉപയോഗിക്കുന്ന കൊച്ചിയിലെ പ്രധാനപ്പെട്ട പാലങ്ങളാണ് ഗോശ്രീ പാലങ്ങൾ. അതിലൊന്നാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മുടെ ചായ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് കാഴ്ചകൾ കാണാം. ചായയുടെ കൂടെയുള്ള സ്നാക്ക് ബോക്സ് ആണിത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കേക്ക് ഉണ്ട്, ഒരു കട്ട്ലറ്റ്, പിന്നെ ഒരു മഞ്ചുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് കഴിക്കാം. കാണുന്ന ഒരു ഐലൻഡാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. വാട്ട് ഈസ് ദി സ്പെഷ്യാലിറ്റി ഓഫ് വില്ലിംഗ്ടൺ ഐലൻഡ്? India is largest artificial man-created man-made island known as Wellington Island. എന്താണ് അതിന്റെ പ്രത്യേകത? പ്രസന്റ് ഇന്ന് അമേരിക്കയിൽ പോലും ഇല്ലാത്ത 3 ഫെസിലിറ്റീസ് ആണ് ഐലൻഡിന്റെ ഉള്ളിലുള്ളത്. റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, കൊച്ചി നാഷണൽ ക്രൂയിസ് ടെർമിനൽ. മീൻസ് നമ്മൾ ദുബായിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ലക്ഷദ്വീപിലേക്കും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്കൊക്കെ നമ്മൾ കപ്പൽ കയറി പോവുകയും അവിടെ നിന്ന് കപ്പൽ വരികയും ചെയ്താൽ കൊച്ചി നാഷണൽ ക്രൂയിസ് ടെർമിനൽ എയർപോർട്ട് പോലെ തന്നെ. ഇനി അതർ ഫെസിലിറ്റീസ് ഐലൻഡ് ഇന്ത്യസ് ഫേമസ് 3 സിമെന്റ് കമ്പനി ഒഫീഷ്യൽ ബോർഡിൽ 3 മാസക്കാലത്തിന്റെ പാലത്തിന്റെ താഴത്ത് മഴയും കൊണ്ട് കിടക്കുമായിരുന്നു റോബർട്ട് ബിസ്റ്റോ. നാട്ടുകാർ പലരും ചോദിച്ചു എന്തിനിങ്ങനെ മഴയും കൊണ്ട് കിടക്കുന്നു. അദ്ദേഹം പറഞ്ഞു ഇത് പണിതത് ഞാനാണ്, ഇത് ഇടിഞ്ഞുളിഞ്ഞുള്ളിൽ ഞാനും എന്റെ ഫാമിലിയാണ് ആദ്യം മരിക്കേണ്ടതെന്ന് പറഞ്ഞത്. ചടിയിലുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ മോഡിലേക്ക് പോകായിരുന്നു അല്ലേ. അദ്ദേഹം എടുക്കാനായിട്ടുള്ള എഞ്ചിനീയറുണ്ട്. ഇപ്പോഴും ആ പാലം അവിടെ. വിശ്വസാഹിത്യകാരനായിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിന് ആ ബോട്ട് കെട്ടിയിൽ ഒരു 30 വർഷക്കാലം ഒരു പുസ്തകക്കട ഉണ്ടായിരുന്നു.
അദ്ദേഹം രാവിലെ വൈകിട്ട് 9 മണിക്ക് ബോട്ടിന് ഇവിടെ വന്നു വരികയും പുസ്തകക്കട തുടങ്ങി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പൊന്നണ്ണം പറക്കി മുട്ടത്തൂർക്കി പാല നാരായണം പണിക്കർ സുകുമാരി ഡോക്ടർ എം ലീലാവതി പൊന്നണ്ണം പറക്കി മുട്ടത്തൂർക്കി അങ്ങനെ നൂറുകണക്കിന് മഹാപ്രതിഭകൾ കഥ പറഞ്ഞിരുന്ന സ്ഥലമാണ് ആ കാണുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്വന്തം കൊച്ചിൻ ഷിപ്പ്യാർഡ്. നിങ്ങൾ അവിടെ ഒരു കപ്പലിൻ്റെ മുകളിൽ ഒരു ബോൾ വെച്ചതുപോലെ കാണുന്നുണ്ടോ? അതാണ് നമ്മുടെ സ്വന്തം നേവിയുടെ അഭിമാനമായിട്ടുള്ള INS ധ്രുവാണ് കാണുന്നത്. അത് ആ ഒരു ബോൾ പോലെ കാണുന്നത് നമ്മുടെ സമുദ്രമേഖലയിൽ വരുന്ന കപ്പലുകളുടെയൊക്കെ സിഗ്നലുകൾ അവരയക്കുന്ന മെസ്സേജുകളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അത്രയും അത്യാധുനിക സെറ്റപ്പുകളൊക്കെയുള്ള നമ്മുടെ ഇന്ത്യൻ നേവിയുടെ അഭിമാനമായിട്ടുള്ള INS ധ്രുവാണ് കാണുന്നത്. നമ്മുടെ കൊച്ചി കായലിൽ അറബിക്കടലിനോട് ചേർന്നിട്ട് അതിവിടെ ഇങ്ങനെ എല്ലാ സമയത്തും ഉണ്ടാവും. ഈ ഭാഗത്ത് വരുന്ന വിദേശ രാജ്യങ്ങളുടെയൊക്കെ കപ്പലുകളും അതുപോലെ ആർമി വെഹിക്കിളും അതിൻ്റെയൊക്കെ സിഗ്നലുകളും രഹസ്യ മെസ്സേജുകളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതവിടെ കിടക്കുന്നത്. അവിടെയായിട്ട് കാണുന്നതാണ് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണത്. ലക്ഷദ്വീപിലോട്ട്, മാലിദ്വീപിലോട്ട്, ശ്രീലങ്കയിലോട്ടൊക്കെയുള്ള ക്രൂയിസുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് കിട്ടുക. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. ഇതിനകത്ത് ഇതിൻ്റെ എൻജിൻ റൂം വരുന്നത് ഇവിടെയായിട്ടാണ്. അവിടെ താഴെ നിന്ന് നല്ല സൗണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ആ സൗണ്ട് കേട്ടപ്പോഴേ താഴോട്ട് നമുക്ക് പോകാൻ പാടില്ല, അത് നോ എൻട്രി ആണ് ആ ഏരിയ. അവിടെയാണ് ഈ ഒരു ബോട്ടിൻ്റെ എൻജിനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് താഴെയുള്ള AC ഹാള്. ഞാനിവിടെ വന്നിരുന്നതാണ്. ഇവിടെ നല്ല ബഹളമാണ്. ഇവിടെ പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടൊന്ന് റിലാക്സ് ചെയ്തിട്ട് മുകളിലോട്ട് പോകാം. ഇതിനകത്ത് നമുക്ക് ചായ വേണമെങ്കിൽ അത് കിട്ടും, ചൂടുവെള്ളമുണ്ട്, തണുത്ത വെള്ളം കിട്ടും, നോർമൽ വെള്ളം, അങ്ങനെ ബിസ്ക്കറ്റും ഒക്കെ കിട്ടും. അതുപോലെ താഴെ സൈഡിൽ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ളൊരു ഏരിയ ആണിത്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം, ഇങ്ങനെ വട്ട ഇരുന്നിട്ട് കഥയൊക്കെ പറയാം. അങ്ങനെ നമ്മളാദ്യം ബോൾഗാട്ടി വൈപ്പിൻ ഗോശ്രീ പാലം അവിടം വരെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് വന്ന് ഇനി ഫോർട്ട് കൊച്ചി ഭാഗത്തോട്ടാണ് പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലാണ് നിങ്ങളെ കാണുന്നത്. ഇവിടെ ഫോർട്ട് കൊച്ചിയിലാണ് കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ അത് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കപ്പൽ ഇവിടെ ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടോ, ആ കാണുന്നതൊക്കെ നമ്മുടെ ഫോർട്ട് കൊച്ചിയാണ്. ഫോർട്ട് കൊച്ചിയിലുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ആ ഒരു ബിൽഡിംഗ് ആണ് കാണുന്നത്. അത് കണ്ടോ, അതാണ് ജങ്കാറ്. പലർക്കും അറിയണ്ടാവും. അതായത് വാഹനങ്ങളൊക്കെ ഒരു കടവ് മറ്റൊരു കടവിലേക്ക് കൊണ്ടുപോകുന്നത് ഇത്തരത്തിലുള്ള ജങ്കാറുകൾ വഴിയാണ്. ഇപ്പോൾ നമുക്ക് കൊച്ചിയിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു, കേരളത്തിൽ വേറെ എവിടെയും ഇങ്ങനെ ജങ്കാർ സർവീസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതുപോലെ ആ കാണുന്നതാണ് മീൻവലകൾ. അതും നമ്മുടെ കൊച്ചിയുടെ ഒരു ട്രേഡ് മാർക്കാണ്. ഒരുപാട് മൂവീസിൽ നമ്മൾ കൊച്ചി കാണിക്കുമ്പം ഉറപ്പായിട്ടും കാണിക്കുന്നതാണ് ഫോർട്ട് കൊച്ചിയും ഫോർട്ട് കൊച്ചിയുടെ ഭാഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള മീൻവലകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇത് ഫോർട്ട് കൊച്ചിയിലുള്ള വാട്ടർ മെട്രോയുടെ സ്റ്റേഷനാണ്. അവിടെ ഹൈക്കോടതി ജംഗ്ഷനിൽ വൈപ്പിനിലോട്ടും ഫോർട്ട് കൊച്ചിയിലോട്ടുമാണ് സർവീസ് ഉള്ളത്. നമ്മളങ്ങനെ ഫോർട്ട് കൊച്ചിയൊക്കെ കഴിഞ്ഞ് ഏകദേശം അറബിക്കടലിന്റെ ഭാഗത്തോട്ട് എത്താറായിട്ടുണ്ട്. ഈ കാണുന്നതാണ് പുതുവൈപ്പിനാണ് ഈ കാണുന്നത്. നേരത്തെ നമ്മൾ ഫസ്റ്റ് പോയപ്പോൾ വൈപ്പിനൊക്കെ കണ്ടിരുന്നു. അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇതാണ് പുതുവൈപ്പിൻ എന്ന് പറയുന്നത്. നിങ്ങളെ കാണുന്നത് പുതുവൈപ്പിലുള്ള LNG ടെർമിനലാണ്. അതായത് പെട്രോനൈറ്റ് LNG ലിമിറ്റഡിന്റെ കൊച്ചിയിലെ LNG ടെർമിനൽ പുതുവൈപ്പിനിലാണ് വരുന്നത്. ഇതാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ LNG ടെർമിനലാണത്. അങ്ങനെ പുതുവൈപ്പിനും കഴിഞ്ഞ് നമ്മളിവിടെ അറബിക്കടലിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം
ഇനി ഇവിടെ സ്റ്റേ ആണ്. ഇവിടെ നമ്മുടെ ബോട്ട് നിർത്തിയിടും. എന്നിട്ട് ഒരുപാട് കലാപരിപാടികളൊക്കെ ബോട്ടിൽ നടക്കാൻ പോവാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ച് നമ്മുടെ ഹൈക്കോടതി ജംഗ്ഷനിലോട്ട് തന്നെ പോകും. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇനി ഇവിടെ സ്റ്റേ ആണ്. അവിടെ പാട്ടും ഡാൻസും ഓരോ പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഇവിടെ കടലിൽ അവിടെയൊക്കെയുള്ള വ്യൂ നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അവിടെ എല്ലാവരും പാട്ടും ഡാൻസായിട്ടൊക്കെ തകർക്കുകയാണ്. നമുക്ക് മനസ്സിൽ കര കാണാ കടലിലൊക്കെ പാടി ഇവിടെ അങ്ങനെ നിൽക്കാം. അവിടെ എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അത് കാണാനല്ലോ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കാതെ ഇവിടെയുള്ള കാഴ്ചകൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് താഴോട്ട് വന്നതാണ്. ആരും ഇവിടെ വന്ന് ഇരിക്കുന്നൊന്നുമില്ല, എല്ലാവരും മേലെ തന്നെ ഉള്ളത്. അപ്പം നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് ഇനി അവിടെ പോയിട്ട് ജോയിൻ ചെയ്യാം. അങ്ങനെ നമ്മളിവിടെ കടലിൽ കൊണ്ടിട്ട് നമ്മുടെ ക്രൂയിസ് തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ പോയിട്ട് നമ്മുടെ ഈ യാത്ര നമ്മളവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് അത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ കൊച്ചിയിൽ വന്നാൽ ഉറപ്പായിട്ടും ഇതൊരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.